അഭിമാനമാണ് ജീവിതം. രാജ്യത്തിന്റെ സുരക്ഷ, അതിന്റെ അഖണ്ഡത, രാജ്യത്തിന്റെ പരമാധികാര പ്രവിശ്യ എന്ന് പറയുന്നത് ഓരോ ഭാരതീയന്റെയും ഓരോ സൈനികന്റെയും എല്ലാം ഏറ്റവും വലിയ അഭിമാനമാണ്. സൈന്യം ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടെ അഭിമാനത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന സേനയുടെ വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഈ രാജ്യത്തിന് അതിന്റെ പരമാധികാര പ്രവിശ്യയ്ക്ക് ജീവൻ കൊടുത്തും കൂടെ നിൽക്കും, അതിന് എത്രത്തോളം എക്യുപ്ഡ് ആയിരുന്നു എന്ന് വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനമാണ് ഈ കഴിഞ്ഞു പോവുകയും ചെയ്തത്. അനൂപ് ദാസ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തത്സമയം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, സേന എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് ഈ വാർലൈക്ക് സിറ്റുവേഷൻ എന്ന് പറയപ്പെടുന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ ആകെ കേട്ട, അതും അന്തർദേശീയ മാധ്യമങ്ങളുടെ അടക്കം സൈറ്റുകളിൽ നിന്ന് കേട്ട ഒരു സാധനം ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ അവർക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ സൈന്യം എത്രത്തോളം പ്രിസൈസ് ആയാണ്, എത്രത്തോളം എക്യുപ്ഡ് ആയാണ്, എത്രത്തോളം ലക്ഷ്യബോധത്തോടെ, അത് സിവിലിയൻസിന് നേരെയല്ല, അത് ടെററിന് നേരെയാണ്, ഭീകരതയ്ക്ക് നേരെ മാത്രമാണ് യുദ്ധം നടത്തിയത് എന്നുള്ളത് വ്യക്തമാക്കുന്ന, അത് ഊന്നി പറയുന്ന ഒരു വാർത്താ സമ്മേളനമാണ് കടന്നു പോകുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി ഏത് പ്രകോപനവും യുദ്ധമാണ് എന്നത് കടുത്ത മുന്നറിയിപ്പായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സേന വാർത്താ സമ്മേളനം നടത്തുന്നത്. എന്താണ് ഏറ്റവും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം ചുരുങ്ങിയ വാക്കുകളിൽ? വെടിനിർത്തൽ കരാർ രംഗത്ത് നിലവിൽ വന്നെങ്കിലും അത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലയിലുള്ള പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ നമ്മുടെ 3 സേനാ വിഭാഗങ്ങളും സർവ്വസജ്ജമായി നിൽക്കുന്നു എന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആകെത്തുകയായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം. പാകിസ്ഥാന്റെ ജനവാസ മേഖലകളല്ല, ഭീകരരുടെ 9 കേന്ദ്രങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചു. 100-ലധികം ഭീകരരെ കൊലപ്പെടുത്തി. അതിൽ 4 കൊടും ഭീകരരുണ്ട്. അവരിൽ പുൽവാമ ഭീകരാക്രമണം പ്ലാൻ ചെയ്ത ആളുകളുണ്ട്. ഒപ്പം തന്നെ കാണ്ഡഹാറിൽ വിമാനം രാജാൻ പ്ലാൻ ചെയ്ത് അതിൽ പങ്കെടുത്ത ആളുകളുണ്ട്. ഇനി രാജ്യം കാത്തു നിൽക്കുന്നത്, ഒരുപക്ഷെ സേനകൾ കാത്തു നിൽക്കുന്നത്, ഇന്ന് രാത്രി ഏതെങ്കിലും നിലയിലുള്ള ഒരു ആക്രമണമോ ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രകോപനമോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. കറാച്ചി ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നു. പ്രകോപനം തുടർന്നിരുന്നുവെങ്കിൽ നമ്മുടെ നാവികസേന അങ്ങോട്ട് പാഞ്ഞെത്തുമായിരുന്നു എന്നും പറയുന്നുണ്ട്. അതായത് നമ്മൾ സജ്ജമാണ്, നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്ന. ഒരു കാര്യം കൂടി, റഫാൽ വിമാനം വെടിവെച്ചിട്ടുണ്ടോ പാകിസ്ഥാൻ എന്ന ചോദ്യം ചോദിച്ചിരുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ. ദ ഹിന്ദു പത്രത്തിലെ മറുപടി പറഞ്ഞത്, പോർമുഖത്ത് നഷ്ടങ്ങൾ സ്വാഭാവികമാണ്, പക്ഷേ അക്കാര്യത്തിൽ മറുപടി പറയാൻ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് സേന വ്യക്തമാക്കിയത്. ശരി, വളരെയധികം നന്ദി അനൂപ് ദാസ്. സേനയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് അനൂപ് പങ്കുവെക്കുകയും ചെയ്തത്. അടുത്ത ലിജു, രാജ്യം വളരെ നിർണായകമായ ഒരു സമയത്തെ, ഇന്നലെ സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെട്ട സമയം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? യുദ്ധം അനിവാര്യമെങ്കിൽ അനിവാര്യമാണ്, ആത്മാഭിമാനമാണ് ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും സമാധാനം എന്ന വാക്കിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ 2 രാജ്യത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് സമാധാനം നീണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അടക്കം ജീവന്റെ വിലയാണ് ആ വാക്കിനുള്ളത്. അത് നടക്കുന്നു എന്ന് പറയുന്നത് പ്രധാനമാണ്. പക്ഷെ സ്വാഭാവികമായും നമ്മൾ ഇത്രയും കാലം അനുവർത്തിച്ചു വന്ന നയങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇന്ത്യ എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ തന്നെയാണ് എന്ന് കോൺഗ്രസ് ആഘോഷിക്കുകയും ചെയ്തു. US നോ പറയാൻ നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കൾക്ക് നിലവിൽ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നയം മാറ്റം അത്രമേൽ വിമർശിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് കോൺഗ്രസ് ഊന്നി പറയാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ സേനാ മേധാവികളുടെ പത്രസമ്മേളനമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സേനയെക്കുറിച്ച് ഓരോ ഭാരതീയനും അഭിമാനമുണ്ട്. വളരെ കൃത്യമായി എന്തായിരുന്നു നമ്മുടെ തന്ത്രമെന്നും ഭീകരർക്കെതിരെ വളരെ കൃത്യമായി പ്രിസൈസായ ആക്രമണം നടത്തിയെന്നും സിവിലിയൻ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയെന്നും ഒരു സൈന്യം പറയുന്നത് വളരെ ഉത്തരവാദിത്വം കൂടി തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങൾ, പ്രതിരോധങ്ങൾ, ഇതിലൊക്കെ തന്നെ എല്ലാവർക്കും അഭിമാനമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ശത്രുരാഷ്ട്രത്തിനെതിരെ അവർ നടത്തിയ മനുഷ്യത്വരഹിതമായ ഒരു കടന്നുകയറ്റത്തിനെതിരെ നമ്മൾ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു അറിയിപ്പുമില്ലാതെ ഒരു വിദേശ രാഷ്ട്രം, മൂന്നാമതൊരു രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ് വെടിനിർത്തലായി. ഞങ്ങൾ ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപിക്കുന്നത്. ഒറ്റ ദിവസം നീണ്ട ചർച്ചയിലൂടെ പരിഹാരമായി എന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിൽ മേലൊരു കടന്നുകയറ്റമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യൻ അധികാരികൾ തന്നെ ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ്, കഴിഞ്ഞ ഒരു ദിവസം പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ഞങ്ങൾ ചർച്ച നടത്തി, ഒരു പരിഹാരത്തിലേക്ക് പോകുന്നു, ഇന്ത്യ വെടിനിർത്തലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ സോവറിനിറ്റി, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രിയാമ്പിൾ എഴുതി വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. സോവറൈൻ എന്നത് വലിയ അർത്ഥതലങ്ങളുള്ള ഒന്നാണ്. എല്ലാ രാഷ്ട്രങ്ങളുടെയും ഭരണഘടനയിൽ സോവറൈൻ എന്നൊരു പദമില്ല. പലപ്പോഴും പല രാജ്യങ്ങളും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മളൊരു ഡൊമൈൻ സ്റ്റേറ്റ് ആയിരുന്നു. ആദ്യഘട്ടത്തിൽ നമുക്ക് സോവറൈൻ ആയിരുന്നില്ല.
പക്ഷെ നമ്മളൊരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച് ആ പരമാധികാരം ഞങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആ സോവറൈൻ എന്നൊരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ നയത്തെ അമേരിക്ക പോലൊരു രാഷ്ട്രം മുൻകൂറായി പ്രഖ്യാപിച്ച് തീർത്തും അപമാനകരമാണെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി പരാമർശിക്കപ്പെട്ടത്? ഇന്ദിരാഗാന്ധി പരാമർശിക്കപ്പെടാൻ കാരണം 1970-കളിൽ 71 യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ എന്നത് അമേരിക്ക എന്ന വൻ രാഷ്ട്രവുമായി യാതൊരു താരതമ്യവുമില്ലാത്തൊരു ചെറിയ രാഷ്ട്രമാണ്. നമുക്കത്തരം സാമ്പത്തിക ശക്തിയോ സൈനിക ശക്തിയോ ഇല്ല. അമേരിക്കൻ സന്ദർശനത്തിന് ചെന്ന ഇന്ദിരാഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പോലും വന്ന് റിച്ചാർഡ് നിക്സൺ തയ്യാറായിരുന്നു. ഇതങ്ങ് അവസാനിപ്പിച്ചു. ബംഗ്ലാദേശിനെതിരെ ഒരു തരത്തിലും ഈസ്റ്റേൺ പാകിസ്ഥാൻ ഇടപെടരുതെന്നുള്ളതായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത മുന്നറിയിപ്പ്. ഇന്ദിരാഗാന്ധി അവിടെ വെച്ച് തന്നെ ഡിനേ ചെയ്തു. ഇന്ത്യയിലെത്തിക്കഴിഞ്ഞ് ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പിന്തുണ നൽകി, മുക്തിബാഹിനിക്ക് പിന്തുണ നൽകി. അപ്പോൾ അമേരിക്ക ഇതെന്താണ്? അമേരിക്കയുടെ എൻ്റർപ്രൈസിനെ ഇങ്ങോട്ട് വിടുകയാണ്, അമേരിക്കൻ പടക്കപ്പലിനെ 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ അമേരിക്ക പോലൊരു വൻശക്തി രാഷ്ട്രത്തോട് അന്ന് തന്നെ ഇന്ദിരാഗാന്ധി മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. യുദ്ധപ്രഖ്യാപനവും ഇന്ന് സമാധാന പ്രഖ്യാപനവുമാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, ഞാൻ അതാണ് ആ പ്രോസസ്സാണ് പറഞ്ഞത്. യുദ്ധമാണെങ്കിലും സമാധാനമാണെങ്കിലും അതൊരു രാഷ്ട്രത്തിന്റെ തീരുമാനമാണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്ക പോലൊരു രാഷ്ട്രം ഒരു ദിവസത്തിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുമ്പ് പ്രഖ്യാപനം നടത്തുന്നത് ഒരർത്ഥത്തിൽ പരമാധികാരത്തിനുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഓക്കെ, അടുക്കല്ലേ, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ പി ജെ വിൻസെന്റ്, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ പി ജെ വിൻസെന്റ്, സമാധാനം പുലരുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ആവശ്യമാണ്. അത് സാധ്യമാകുന്നു. ഈ സീസ്ഫയർ നിലവിൽ വന്നതിന് ശേഷം ചില പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇങ്ങോട്ട് കശ്മീരിലൊരു വെടിയൊച്ച കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ഓരോ ഭാരതീയന്റെയും, ഓരോ മനസാക്ഷിയുള്ള ഓരോ മനുഷ്യന്റെയും ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണകൂടത്തിന് ഒരു വാർ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, അല്ലെ? സ്വാഭാവികമായും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. സേന വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സേന കൃത്യമായ അഭിമാന ബോധത്തോടെ എങ്ങനെയാണ് ഈ രാജ്യത്തെ, അതിന്റെ പൗരന്മാരെ, അതിന്റെ അധികാരത്തെ, അതിന്റെ ആത്മവിശ്വാസത്തെ, അഭിമാനത്തെ ഒക്കെ അവർ സംരക്ഷിച്ചത്, പ്രതിരോധിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ മറുപടി കൂടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. ഇന്ത്യ യുദ്ധമുഖത്ത് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ ഗവൺമെൻറ്റും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു. ഇപ്പോൾ സമാധാനത്തിൻ്റെ കാലമായി, ഇനി കണക്കെടുപ്പാണ്. ഇനി ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിന് ഗവൺമെൻറ് മറുപടി പറയുകയും വേണം. അത് രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കും, ഇന്ത്യയിലെ പൗരന്മാരും ചോദിക്കും, അക്കാഡമീഷ്യൻസും ചോദിക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നത്. നമ്മളുടെ ജനാധിപത്യം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു സ്വാഭാവികമായ ഒന്നായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വിമർശിക്കുകയും വിയോജിക്കാനുമുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്കും പൗരന്മാർക്കുമുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇന്ത്യൻ സൈന്യം ഏറ്റവും ഫലപ്രദമായി പാകിസ്ഥാൻ്റെ അക്രമത്തെ പ്രതിരോധിക്കുകയും ചൂട്ട മറുപടി തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. മാത്രമല്ല, ഒരു 4-5 പതിറ്റാണ്ടായി യുദ്ധമുഖത്തിൽ പങ്കെടുക്കാത്തൊരു രാജ്യമാണ് ചൈന. ആ ചൈനയിൽ നിന്നാണ് പാകിസ്ഥാൻ്റെ 81% ആയുധത്തിൻ്റെ ഇമ്പോർട്ട് ഉണ്ടാകുന്നത്. ചൈനയിൽ നിന്നാണ് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കുന്നത്, മിസൈലുകൾ വാങ്ങിക്കുന്നത്, ഡ്രോണുകൾ തുടങ്ങി. മാത്രമല്ല, ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ തന്നെ ചൈനയുടെ സാങ്കേതികവിദ്യയും ചൈനയുടെ പിന്തുണയും കൊണ്ടാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സാധിച്ചില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും ഇപ്പോൾ JK-17 പോലെയുള്ള വിമാനങ്ങൾ നിർമ്മിക്കുന്ന ചെങ്ഡു കമ്പനിയുടെയൊക്കെ ഷെയറുകൾ 40% വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ കരുത്ത് ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ സൈനിക ശേഷിയുമുള്ള പാകിസ്ഥാൻ്റെ ആയുധങ്ങളെയും അവരുടെ സാങ്കേതികവിദ്യയെയും വളരെ പ്രിസൈസായിട്ട് അഭിമുഖീകരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. അത് സൈന്യത്തിനൊരു ബിഗ് സല്യൂട്ട്. പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭീകരവാദികൾ ഇതിനിടയിൽ, അതായത് ഒരു നയതന്ത്രത്തിന്റെ ഭാഗം അങ്ങേക്ക് കുറച്ചുകൂടി ആധികാരികമായി പറയാൻ കഴിയുന്ന, ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, അങ്ങേക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറയുകയും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഉദ്യോഗസ്ഥരാൽ മാത്രം മറുപടി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒന്ന് മാറാൻ പാടില്ലാത്ത ഒന്നാണോ?
അല്ല, ഇതിലെ കഥ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സന്ദർഭങ്ങളിലും വിദേശ രാജ്യങ്ങളും അതുപോലെ ബാക്ക്ഡോർ ഡിപ്ലോമസി ഉണ്ടാകും. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ബാക്ക്ഡോർ ഡിപ്ലോമസി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയാനായിട്ട് ഇത് പബ്ലിക്കായിട്ടുള്ള ഡൊമൈനിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ ബാക്ക്ഡോർ ഡിപ്ലോമസി ഉണ്ടാവും, അതില്ലാതെ സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിലെ നഴ്സുമാരെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പിടിയിൽ നിന്ന് വളരെ സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തിച്ചില്ലേ? അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്? അതെല്ലാം ബാക്ക്ഡോർ ഡിപ്ലോമസി ഉണ്ടാവും. പിന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഇതുപര്യന്തമുള്ള നിലപാട്, കാശ്മീർ പ്രശ്നം എന്നത് ഒരു ഉഭയകക്ഷി പ്രശ്നമാണ്, അതിലൊരു മധ്യസ്ഥനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നത് തന്നെയാണ്. ആ കാര്യത്തിൽ ഇതുവരെ വിട്ടുവീഴ്ച വന്നിട്ടില്ല. പിന്നെ ട്രംപ് മാത്രമല്ല, അമേരിക്കയുടെ മാർക്കോ റൂബിയോയും അവരുടെ ട്വീറ്റിൽ പറയുകയുണ്ടായി, ഞങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും രാഷ്ട്രീയ നേതൃത്വമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വെടിനിർത്താൻ സമ്മതിച്ചു. ഇത് പ്രഖ്യാപിക്കുന്നത് ആദ്യം ട്വീറ്റ് ചെയ്യുന്നത് ട്രംപാണ്. ഇന്ത്യ അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതെ 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 അത് ആ അവകാശവാദം ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും അമേരിക്കയോ അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടാവും. സൗദി അറേബ്യയുടെ ഇടപെടലുണ്ട്, ഉറപ്പാണ്. അതുപോലെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടും, പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾ ഇടപെടും. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു ഡീഎസ്കലേഷന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ ഞാൻ വരാം ഡോക്ടർ പി ജെ വിൻസെന്റ്, ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, പുതിയ കാലത്ത് ഇപ്പോൾ 70കളിലെ നയം 2025 പ്രാബല്യത്തിൽ വരുത്തണം എന്ന് പറയുന്നത് പ്രായോഗികമായ ഒന്നായിരിക്കില്ല. പക്ഷേ അടിസ്ഥാന തത്വങ്ങളിൽ വ്യതിചലനം ഉണ്ടാകരുത് എന്നുള്ളത് പ്രധാനവുമാണ്. അങ്ങനെ നയമാറ്റം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പാർലമെന്റ് വിളിച്ചുകൂട്ടി വോട്ടെടുത്ത് ഒരു യുദ്ധമുഖത്ത് വെച്ച് തീരുമാനമെടുക്കണം എന്നൊക്കെ പറയുന്നത് മൗഢ്യവുമാണ്. എന്നിരുന്നാൽ പോലും ജനങ്ങളെയും ജനപ്രതിനിധികളെയും വിശ്വാസത്തിലെടുക്കുക, അവരെ ഇൻഫോംഡായി മാറ്റുക എന്ന് പറയുന്നത് പ്രധാനമല്ലേ? അല്ല, അപ്രധാനമായിട്ടൊന്നും നടന്നില്ലല്ലോ. എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിരുന്നുവല്ലോ. എല്ലാ കാര്യങ്ങളും കൃത്യമായി മാധ്യമപ്രവർത്തകരുമായി ചർച്ച ചെയ്തിരുന്നല്ലോ. ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സേന ബ്രീഫ് ചെയ്തിരുന്നു. രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായിട്ട് പാർലമെൻറ്റ് വിളിച്ചില്ല, അല്ലെങ്കിൽ പാർലമെൻറ്റിലെ ജനപ്രതിനിധികളോട് സംസാരിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചർച്ച നടന്നപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചതിനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ പലരും പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ അമേരിക്കയെ വരച്ച വരയിൽ നിർത്തി 7ാം കപ്പൽപ്പടയുടെ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പലരും. ാണ് ഈ 7ാം കപ്പൽപ്പട പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിനെ എതിർക്കാനും 7ാം കപ്പൽപ്പട തിരിച്ചു പോകാനും കാരണം റഷ്യയുടെ ഇടപെടലാണ്. റഷ്യ ശക്തമായി ഇന്ത്യയുടെ കൂടെ, അന്ന് ഇന്ദിരാഗാന്ധിയുടെ കൂടെ, ഇന്ദിരാഗാന്ധി റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. റഷ്യ അതിശക്തമായി അന്നത്തെ 1971-72 കാലഘട്ടത്തിലെ റഷ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. ഇന്നത്തെ റഷ്യ അല്ല. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി റഷ്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും സ്വാഭാവികമായും റഷ്യ രംഗത്ത് വരികയും ചെയ്തപ്പോഴാണ് 7ാം കപ്പൽപ്പടയുമായി അമേരിക്ക പിൻവാങ്ങിയത്. അവിടെ ഇന്ദിരാഗാന്ധി റഷ്യയുടെ സഹായം ചോദിക്കുകയും റഷ്യ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്തു. ഈ കാര്യം നമ്മൾ വിസ്മരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത്, മാധു സൂചിപ്പിച്ചതും കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ലിജു സൂചിപ്പിച്ചതും ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ വിദേശകാര്യ ഫോറിൻ സെക്രട്ടറിമാർ അല്ലെങ്കിൽ DGMO, ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന DGMOൻ്റെ ഫോൺ കോൾ വന്നത് എപ്പോഴാണ്? ആ ഫോൺ കോൾ വന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളും അതിൻ്റെ വിവരവും സേന തന്നെ വെളിയിൽ വിട്ടിട്ടുണ്ട്, ഫോറിൻ സെക്രട്ടറി വെളിയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നടന്നിരിക്കുന്നത് എപ്പോഴാണ്? അത് നടന്നിരിക്കുന്നത് 3:32-നാണ്. ആ കാര്യം ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ചിദംബരം ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ചിദംബരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. 3:35 DGMOs ബ്രോക്കഡ് ദ സീസ് ഫെയർ ഡയറക്ട്ലി 3:35.
അത് 5 മണിക്ക് ആ മീഡിയേഷനിൽ കരാർ വരുന്നു എന്നാണ്. പക്ഷേ ട്രംപ് ട്വീറ്റ് ചെയ്തത് എപ്പോഴാണ്? ശരിയാണെന്ന്, ഞാൻ ട്രംപ് ട്വീറ്റ് ചെയ്തത് ശരിയോ തെറ്റെന്ന് വെച്ചാൽ അയാൾ മീഡിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ബാക്ക് ഡോറിൽ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ഓർഗനൈസേഷന്, ഒരു രാജ്യത്തിന് ഒരു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അപേക്ഷ, സീസ് ഫയറിൻ്റെ അപേക്ഷ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാനോ പെട്ടെന്ന് നരേന്ദ്രമോദി കയറി അദ്ദേഹം ട്വീറ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാവാതിരുന്നതാണ് ആ രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി. അത് വളരെ കൃത്യമായി സൈന്യത്തിനോട് ആലോചിച്ച് സൈന്യവുമായി ഡിസ്കസ് ചെയ്ത് സൈന്യം എടുക്കേണ്ട തീരുമാനമെടുത്ത് അതിനുശേഷം ആണ് ആ കാര്യത്തിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ വെളിയിൽ വരുള്ളൂ. ട്വീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. അത് പക്ഷേ ട്രംപ് ട്വീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ കക്ഷിയല്ലാത്ത മറ്റൊരു രാജ്യം മുഖേന വേണമോ ആ രാജ്യം അറിയേണ്ടത്, അവിടുത്തെ ജനങ്ങൾ അറിയേണ്ടത് എന്നുള്ള ഒരു സംശയമാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെയാണോ നമ്മുടെ നയം എന്നത്? അല്ല ഒറ്റ കാര്യം, അത് നമ്മുടെ നയം അല്ലല്ലോ എന്ന് ഞാൻ അവിടെ പറയുന്നത്. നമ്മുടെ നയം നമ്മൾ കൃത്യമായി പാലിച്ചുവല്ലോ. അതാണോ നമ്മുടെ നയം എന്ന് പറഞ്ഞാൽ നമ്മളേതാണ്ട് ട്രംപിനെ കൊണ്ട് നിങ്ങൾ ആദ്യം ട്വീറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ. അങ്ങനെയല്ല എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വളരെ ശക്തമായി ഞാൻ ചോദിക്കട്ടെ, അയാളൊരു കാര്യം ചെയ്യുന്നതിന് നമ്മളുടെ അനുമതി വേണോ അനുമതി വേണ്ട എന്നുള്ളതല്ലല്ലോ. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഭാരതം അത് ആലോചിച്ച് തീരുമാനിച്ച് സേനാനായകന്മാരുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒഫീഷ്യലായിട്ട് പറയുള്ളൂ. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളെന്താ ഒന്നും പറയാത്തത്? പ്രധാനമന്ത്രി ഇന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടല്ലോ, വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ്? കാശ്മീർ വിഷയത്തിൽ ഇനി ചർച്ചയില്ല. അതും കൂടി പറയണ്ടേ നിങ്ങൾ? രണ്ടാമത്തെ കാര്യം എന്താ? വെടിനിർത്തലിൽ മധ്യസ്ഥരുടെ ആവശ്യമില്ല. ഇതാരാ പറഞ്ഞത്? പ്രധാനമന്ത്രിയല്ലേ. മൂന്നാമത്, അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും. ഒരു മധ്യസ്ഥതയും അംഗീകരിക്കില്ല. ഈ 3 കാര്യവും അഭിപ്രായമോ ഇല്ല എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആകെയുള്ള ഒരു ചോദ്യം എന്നും പറയുന്നത്, ഇന്ത്യ തീരുമാനമെടുത്തത്. ഇപ്പോൾ ട്രംപിന്റെ ഈ ട്വീറ്റ് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യ അത് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഉഭയകക്ഷി തീരുമാനം മാത്രമാണ്, മറ്റൊരു രാജ്യവും മൂന്നാം ശക്തിയും അതിൽ ഇടപെട്ടിട്ടില്ല എന്ന് രാജ്യം നിഷേധിക്കുന്നുണ്ട്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇന്ത്യയിലെ ഒരു ജനവും അറിയുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ലോകവും ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളും ഈ വിഷയം അറിയുന്നത് എന്ന് ഉള്ളിടത്ത് സ്വാഭാവികമായും ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് പറഞ്ഞു വെച്ചത്. ഈ ഘട്ടത്തിൽ അങ്ങനെ മാത്രമാണ് പറഞ്ഞു വെക്കുന്നത് എന്നതും പ്രധാനമാണ്. നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റിയൊക്കെ ഇപ്പോഴും ഏറെയും കുറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അംഗത്തിലേക്ക് വരാം. അല്ല, അതൊക്കെ പറയുന്നതിനൊന്നും തെറ്റില്ല. അതൊക്കെ പറയാം, ആർക്ക് വേണേലും പറയാം. അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിൽ. കേണൽ എസ് ഡിന്നി, എത്ര അഭിമാനത്തോടെ ആയിരിക്കും ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അങ്ങ് സേനയുടെ വാർത്താ സമ്മേളനം കേട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ സേന ഇപ്പോഴും വിജിലന്റ് ആയിരിക്കും എന്നുള്ളത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ച ഒന്നാണ്. ഈ സീസ് ഫയറിന്റെ സമയത്തും വെടിനിർത്തലിന്റെ സമയത്തും സ്വാഭാവികമായും എടുക്കേണ്ടി വരുന്ന എല്ലാ ജാഗ്രതയും കൈക്കൊണ്ട് തന്നെ നിൽക്കുകയുള്ളൂ. ഒരു സേനാ പിന്മാറ്റവും ഉണ്ടാവില്ല. നയതന്ത്ര തലത്തിൽ തീരുമാനമെടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഘട്ട ചർച്ച നാളെ നടക്കുകയാണ്. അതിൽ ഊന്നി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തിനൊക്കെ വേണ്ടിയുള്ള ചർച്ചകളായിരിക്കാം നാളെ നടക്കുക? DGM തലത്തിൽ നോക്കൂ മാഡം, ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഫസ്റ്റ് നടന്ന DGMOയുടെ ആ ഒരു കോൾ, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സീസ് ഫയർ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പാകിസ്ഥാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയും നമ്മൾ ആ ഒരു സീസ് ഫയറിലേക്ക് നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ആക്ച്വലി ഇൻഫാക്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച DGMOയുടെ ബ്രീഫിംഗ് കേട്ടിരുന്നെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ചു സംസാരിച്ചു. അതായത് നമ്മൾ യുദ്ധത്തിലേക്കൊന്നുമില്ല, ഇതിനകത്ത് നമുക്ക് വേറെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് DGMO അങ്ങോട്ട് വിളിച്ച് പറയുന്നപ്പോൾ അവർ അത് കോൾ സ്വീകരിച്ചില്ലായിരുന്നു. കാരണം അവർ പറഞ്ഞ് കോൾ സ്വീകരിച്ചാൽ നമ്മൾ ഇതിനകത്ത് റെസ്പോൺസ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവർ റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ആ അടി തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അവർക്ക് അത് ബോധോദയം ഉണ്ടായതാണ്. പിന്നെ അവർ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ഇനി ഞങ്ങൾ റെഡിയാണെന്ന്. അപ്പോൾ ആദ്യം
നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർക്ക് അത് എഗ്രി ചെയ്തില്ലായിരുന്നു. പക്ഷെ കിട്ടേണ്ട അടി അവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ തന്നെ മനസ്സിലായി ഓക്കെ ഫൈൻ ഞങ്ങൾ റെഡിയാണെന്നുള്ളത്. അതാണ് ആദ്യത്തെ ആ ഒരു ഫോൺ കോളിൽ നടന്നത്. നാളെ നടക്കാൻ പോകുന്ന ഫോൺ കോളിൽ ബേസിക്കലി ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചർച്ചയായിരിക്കും. ഓൾറെഡി നമ്മൾ കണ്ടു ഈ സീസ് ഫയർ എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ വയലേഷൻ നടന്നു. അപ്പം അത് അതിനകത്ത് അഗെയിൻ ആ DGMO വളരെ പറയുന്നത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് അദ്ദേഹം അതിൻ്റെ ആ വേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാമായിരുന്നു. കാരണം പാകിസ്ഥാന്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. അവർ പറയുന്നത് അല്ല പലപ്പോഴും ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ അവരെ എങ്ങനെ നേരിടുന്നോ ആ രീതിയിൽ മാത്രമാണ് പിന്നീട് അവർ ചർച്ചയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ തന്നെ അവർക്ക് അതേ മറുപടി ലൈൻ ഓഫ് കൺട്രോളിൽ കൊടുത്തത്. അതായത് അവരെന്ത് ഫയർ ചെയ്തോ അതേ രീതിയിൽ തന്നെ നമ്മൾ തിരിച്ചടി കൊടുത്തു. അതുകൊണ്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ശാന്തം ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി. ഇന്ന് നമ്മുടെ ചീഫ് കരസേന മേധാവി നദർ ആർമി കമാൻഡർ മറ്റ് കമാൻഡേഴ്സിനും കൊടുത്ത ഒരു ഓർഡർ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ സീസ് ഫയർ വയലേഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങളെ അണ്ടർ കമാൻഡുള്ള എല്ലാ വെപ്പൺസും നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കും അത് നിങ്ങളുടെ ഫ്രീഡം ആയിട്ട് നിങ്ങൾക്ക് ചെയ്തോളാം എന്നുള്ളൊരു ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട്. അതും ഒരു മെസ്സേജാണ് പാകിസ്ഥാനിന്. അതായത് എപ്പോഴും അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുകളിൽ ഏതെങ്കിലും ഓർഡർ കിട്ടുകയാണെങ്കിലും അത് താഴെ ലെവലിൽ വരെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷൻ പോലെ അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ്. അപ്പം നാളത്തെ ഈ DGMO ലെവൽ ടോക്സ് അത് ബേസിക്കലി ഈ സീസ് ഫയറിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തുകൊണ്ട് സീസ് ഫയർ വയലേഷൻ നടന്നിയെന്ന് തീർച്ചയായിട്ടും ഭാരതം ചോദിക്കും. അപ്പോൾ അതിനുള്ള മറുപടി പാകിസ്ഥാൻ പറയേണ്ടി വരും. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പം ഈ സീസ് ഫയർ വയലേഷൻ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉള്ള നടപടികളും ചിലപ്പം ഈ ചില ഫോഴ്സസിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതിന് പതുക്കെ അവിടുന്ന് മാറ്റാനൊക്കെ ഉള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ചർച്ചയും ചിലപ്പം നടക്കാം നാളത്തെ DGMO ലെവൽ മീറ്റിംഗ്. പക്ഷെ ബ്രോഡ്ലി ഈ സീസ് ഫയർ എങ്ങനെ നിലനിർത്താം എന്നുള്ളത് തന്നെ ആയിരിക്കും ചർച്ച. ശരി ഫസൽ ഗഫൂർ, ഇപ്പോൾ പാകിസ്ഥാന്റെ DGMO 3:35 ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടിനെ വിളിക്കുന്നു, ചർച്ചയുണ്ടാകുന്നു. 5 മണി മുതൽ രാജ്യ അതിർത്തിയിൽ വെടിനിർത്തൽ നിലവിൽ വരികയാണ്. 2 സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ 1.5 മണിക്കൂർ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമായിരുന്നില്ല അതിർത്തിയിലുണ്ടായത്, രാഷ്ട്രീയത്തിലുണ്ടായത്. നമുക്ക് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് അത്രമേൽ വലുതായിരുന്നു അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ, സുരക്ഷയെ, അഭിമാനത്തെ, നമ്മുടെ സൈനികരുടെ കരുത്തിനെ, അവരുടെ ആത്മവിശ്വാസത്തെ ഒക്കെ വിശ്വസിച്ച് നമ്മുടെ രാജ്യം സ്വർഗം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഇടത്ത് വിശ്വസിച്ച് നമ്മുടെ പൗരന്മാരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതിന് പരിഹാരം കാണുക എന്നുള്ളത്, ആ ഭീകരരെ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൈമാറ്റം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ, അവരെ ഇപ്പോഴും തിരികെ കിട്ടിയിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനൊപ്പം പിന്നീട് ഷെല്ലിംഗ് നടത്തി നമ്മുടെ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുത്തത്, ഇതെല്ലാം 1.5 മണിക്കൂർ 2 സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല. പക്ഷെ അവിടെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടുന്ന ഒന്ന് സമാധാനം എന്നത് മാത്രമാണ്. കാരണം നഷ്ടപ്പെട്ട ജീവനുകൾ വേദനയാണ്, നഷ്ടപ്പെടാൻ പോകുന്ന ജീവിതങ്ങൾ വലിയ ചോദ്യചിഹ്നമാണ്. അവിടെ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ മഹാരാജ്യം എന്ന് പറയുന്നത് കാഴ്ചപ്പാടുകൾ കൊണ്ടുകൂടിയാണ്. അവിടെ ഒരു രാജ്യം എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. പക്ഷെ അതിൽ രാഷ്ട്രീയ തീരുമാനം സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാവണം. ഇതിന് വലിയൊരു പ്രശ്നം ഞാൻ പറയട്ടെ. ഈ ഡൊണാൾഡ് ട്രംപിന് തലക്ക് വെളിവില്ലാത്ത വിധത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു, ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കും, എന്നിട്ട് ഞങ്ങളൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. യൂറോപ്പിലെ കാര്യങ്ങളിലൊന്നും പോയിട്ട് തലയിടുക, മനസ്സിലായി, യുക്രൈനിലെ കാര്യത്തിൽ പോയിട്ട് തലയിടുക, അത് അൺവാണ്ടഡ് ആൻഡ് അൺവാറന്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ കൂടെ തന്നെ ഒരു 3-4 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞെന്താണ്, ഇത് ഇവര് തമ്മിൽ സ്ഥിരമായിട്ടുള്ള ഒരു യുദ്ധമാണ്, ഇത് ദശാബ്ദങ്ങളായിട്ട് നടക്കുന്ന അല്ല, ഇത് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൽ കാര്യമില്ല. മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നത് അതിൽ കാര്യമില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ വ്യക്തമാക്കേണ്ടത് ഈ സീസ് ഫയർ എങ്ങനെ വന്നു എന്നുള്ളതാണ്. നമ്മുടെ വശത്ത് നമ്മൾ പറയുന്നത് സീസ് ഫയർ വന്നപ്പോൾ നമ്മൾ ബൈലാറ്ററൽ ടോക്സിൽ ഇതിൽ യാതൊരു വിധത്തിലുള്ള മധ്യസ്ഥനുമില്ല എന്നുള്ളതാണ്. വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ വ്യക്തതയോട് കൂടിയിട്ട് പ്രധാനമന്ത്രി പറയണം. അല്ലാതെ ഇനി കാശ്മീരിൽ ഞങ്ങൾ ഇടപെടാൻ സമ്മതിക്കൂല, അല്ലെങ്കിൽ അതുമ്പോ ഇന്ന് 2, 1, 2, 3 അങ്ങനെയല്ല പറയേണ്ടത്. ഈസ് ഡൊണാൾഡ് ട്രംപ് ഇൻവോൾവ് ഇൻ ദിസ് ഇഷ്യൂ and what has happened to his guarantee, if there is any guarantee regarding the safety of soldiers of either side, അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേനും അത് ഏത് ലെവലിലാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ രാജ്യം തീരുമാനിക്കേണ്ടതാണ്. അതിനിപ്പോ സർവകക്ഷി യോഗമൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആദ്യം പ്രതിപക്ഷത്തെ കോൺഫിഡൻസിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. അപ്പൊ അങ്ങനെ നടന്നു വരുമ്പോ പാകിസ്ഥാൻ ഒരു റോഗ് സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണേ. ദെൻ ദ സീസ് ഫയർ ഡസ് നോട്ട് ഹോൾഡ്. സീസ് ഫയർ നിലനിൽക്കുന്നില്ല, മനസ്സിലല്ലേ? അപ്പൊ അതിനെ പറ്റിയിട്ടും. പക്ഷെ വേറെ കാര്യം കൂടെ ഉണ്ട്. പെട്ടെന്ന് സീസ് ഫയർ എന്നൊക്കെ പറയുമ്പോൾ അതായത് വളരെ വിജനമായിട്ടുള്ള ഏരിയാസിലൊക്കെ പോരാട്ടം നടക്കുന്നുണ്ടാവും. അപ്പൊ പെട്ടെന്നൊന്നും ചിലപ്പോൾ ആ സീസ് ഫയർ നിന്നില്ല എന്നിരിക്കും. അപ്പൊ ഇനിയും കുറച്ചും കൂടെ സമയം വെയിറ്റ് ചെയ്ത് കാത്തിരുന്നുകൊണ്ട് ഇവർ തമ്മിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് മാത്രമാണ് തീരുമാനം എടുക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് സീസ് ഫയർ ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്റെ ഓർമ്മ ശരിയാണ്, ലിയോണൈഡ് താഷ്കണ്ടിലെ 2 രാജ്യങ്ങളിലെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ടാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്തോ സോവിയറ്റ് യൂണിയൻ ഡിഫൻസ് ട്രീറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് USS എന്റർപ്രൈസസിനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ മാതിരി വിരട്ടി പറഞ്ഞയച്ചത്. അതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്. പക്ഷെ ഇന്ദിരാഗാന്ധി എല്ലാ രാജ്യങ്ങളും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നേരിട്ട് പോവുകയും റിച്ചർഡ് നിക്സനെ പരസ്യമായിട്ടുള്ള പരിഹാസത്തെ നേരിടുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ അർത്ഥം നരേന്ദ്രമോദി ഉടനെ തന്നെ ഒരു വിദേശ പര്യടനത്തിന് പോകണമെന്നല്ല. പക്ഷെ ഒരു കാര്യം തീർത്തു പറയാം, ഇനി നമുക്കിത് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി എനി ആക്ട് ഓഫ് ടെറർ means that the ceasefire is over and there is a war. ആ കാര്യത്തിൽ തീർച്ചയായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതാണ്. അതിലൊരു സംശയം വേണ്ട. ഇനി നമുക്ക് ഇതുമാതിരി ഇവരായിട്ടുള്ള ഈ പോരാട്ടം ഉണ്ടല്ലോ, ഈ ഒളിപ്പോരാട്ടം നിർത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സഫർ ചെയ്ത് കഴിഞ്ഞു. ഇവരെ ടീച്ച് ദം എ ലെസൺ. അതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, അഡ്വക്കേറ്റ് എം ലിജു, പക്ഷേ ഇതാ ഇപ്പോ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം, അന്ന് റഷ്യയുടെ സഹായത്തിന് പേരിലാണ് 7ാം കപ്പൽപ്പടയെ വിരട്ടി ഓടിച്ചത് എന്നുള്ളത്. പക്ഷേ അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് അല്ല അത് പറഞ്ഞത്, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അത് പറഞ്ഞത്. ആരാണത് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ് ഇന്ത്യ അടക്കം അറിഞ്ഞത്, നമ്മളടക്കം എല്ലാവരും അറിഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ട. അതിൽ അപ്രധാനമായ എന്തെങ്കിലും ഒന്ന് കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ ആ നിലയ്ക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയുമില്ല. പക്ഷേ ഈ ഇന്ദിരാഗാന്ധി നേരത്തെ പറഞ്ഞ ഒന്ന് യുദ്ധപ്രഖ്യാപനവും ഒന്ന് സമാധാനാഹ്വാനവുമാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അത് മാറേണ്ടിയിരിക്കുന്നു. 70കളിലെ നയതന്ത്രം ഇന്ന് ഫലിക്കുകയില്ല എന്നത് പ്രധാനമല്ലേ? അതിനനുസരിച്ച് പോകണ്ടേ? ഇപ്പം അന്ന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഈ രീതിയിൽ ലോകവുമായി കണക്റ്റഡ് അല്ല. ലോകത്തെ, അതായത് ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിൻവലിച്ചു കൊണ്ടുപോകേണ്ടി വരുന്ന വലിയ വ്യവസായങ്ങളോ സംരംഭങ്ങളോ IT ഇൻവെസ്റ്റ്മെന്റോ ഈ വക കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഭക്ഷ്യസുരക്ഷയിൽ ഊന്നി നിൽക്കാൻ കഴിയും, നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ ഊന്നി നിൽക്കാൻ കഴിയും. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ വിപണി, നമ്മുടെ മാർക്കറ്റ് കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടക്കം എല്ലാ മനുഷ്യരുടെ സ്വത്തും കൂടി രാജ്യത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണല്ലോ. ആ നിലയ്ക്കൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു പുതിയ കാലത്ത് 70കളിലെ നയതന്ത്രം ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അത് 70കളിലെ നയതന്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ എൻ്റർപ്രൈസസ് ഇങ്ങോട്ട് വന്നപ്പോൾ റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ റഷ്യൻ സഹായം വരുന്നു എന്ന് കണ്ട് അമേരിക്ക തിരികെ പോയി എന്നാണ്. അത് വസ്തുതാപരമായ തെറ്റാണ്. കാരണം ഇൻഡോ റഷ്യ ഡിഫൻസ് ട്രീറ്റി അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈസ്റ്റേൺ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈന്യം അട്രോസിറ്റീസ് ആരംഭിച്ചപ്പോൾ തന്നെ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്കുണ്ടായി. നമ്മൾ അതിൽ ഇടപെട്ട് തുടങ്ങി. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അപ്പോൾ തന്നെ ആക്രമണം ആരംഭിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തൊരു കാര്യം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ റഷ്യയുമായി തന്ത്രപ്രധാനമായ ഡിഫൻസ് കരാറിൽ ഒപ്പിടുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ നിർണായകമായ കാര്യം. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അമേരിക്കൻ അധിനിവേശത്തെ, ആക്രമണത്തെ മുൻകൂട്ടി കണ്ട് റഷ്യയുമായി ചേരാ നയം നിലനിൽക്കുമ്പോൾ തന്നെ റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പിട്ട് തൻ്റെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി എന്ന് പറഞ്ഞാൽ നയതന്ത്രപരമായൊരു നീക്കമാണ്. അതല്ല ആ സമയത്ത് വിളിച്ചു പോയ ഒന്നല്ല. അപ്പോൾ അതാണ് ഒന്നാമത് അതിനുള്ളൊരു മറുപടി. അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്ന പ്രശ്നം അങ്ങനെയല്ല. ഇവിടെ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്? നമുക്കൊരു പ്രകോപനവുമില്ലാതെ നമ്മുടെ രാഷ്ട്രത്തിനകത്ത് കടന്നു കയറി 26ഓളം ഭാരതീയരെ കൊന്നൊടുക്കി. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം അവർക്ക് അതിശക്തമായ തിരിച്ചടി നൽകണം. ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയെ ആക്രമിക്കാൻ അവർ ധൈര്യപ്പെടരുത്, റീറ്റാലിയേഷൻ നടത്തണം. ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യണം. നമ്മളൊരിക്കലും സൈന്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ എങ്കിലും ന്യായമായ ചില സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഇനി ഒരിക്കലും പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാത്ത, നമ്മളിൽ ഭീകരപ്രവർത്തകരെ കടന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്യാത്ത ശക്തമായൊരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ? ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഇപ്പോൾ അമേരിക്ക ഇടപെട്ട് വെടിനിർത്തലുണ്ടായി.
എന്ന് അവർ പ്രഖ്യാപിച്ചു. ഇപ്പം നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രത്തെ തന്നെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഒരു നയതന്ത്ര ചർച്ച നേരത്തെ മാധു പറഞ്ഞതുപോലെ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ 1.5 മണിക്കൂർ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ 1.5 മണിക്കൂർ ചർച്ച കൊണ്ട് ഈ പ്രശ്നം അവസാനിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. അമേരിക്ക ഇടപെട്ടിട്ടേ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കണക്കിലെടുക്കാം. ഈ 1.5 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നങ്ങൾ അങ്ങനെയാണെങ്കിൽ തീർന്നു നമുക്ക് കരുതാൻ സാധിക്കുമോ? ഇനി ഒരിക്കലും പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ കഴിയാത്ത വണ്ണം അതിശക്തമായൊരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാളെ പാകിസ്ഥാൻ ആക്രമിക്കില്ലേ? ഇപ്പോൾ നേരത്തെ ചോദിച്ചു നമ്മൾ രാഷ്ട്രം വളർന്നു, നയതന്ത്ര അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ശരി തന്നെയാണ്. സാമ്പത്തികമായി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ശക്തമാണ്, നമ്മുടെ പ്രൊഡക്ഷൻ സെക്ടർ നമ്മുടെ ശക്തമാണ്, നമ്മുടെ സർവീസ് സെക്ടർ, നമ്മുടെ IT സെക്ടർ എല്ലാം ശക്തമാണ്. പക്ഷേ ഇതൊക്കെ ശക്തമായിരിക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്? ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളെ വിശ്വസിച്ച്, രാഷ്ട്രത്തെ വിശ്വസിച്ച് ഇന്ത്യയുടെ പരമാധികാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ജീവിതവും തൻ്റെ കുടുംബമായി പോകുന്ന പച്ച മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രാഷ്ട്രത്തിന്, ഒരു തെമ്മാടി രാഷ്ട്രത്തിന്, ഒരു റോക്ക് സ്റ്റേറ്റിന് ഇനി ഒരിക്കലും ഇന്ത്യക്കാരെ ആക്രമിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായാൽ ഇതാണ് അനുഭവം എന്ന് കൊടുക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ആക്രമണം അഴിച്ചുവിട്ടത്? ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള വളരെ പരമപ്രധാനമായ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് സാധ്യമാകുന്നതിന് മുൻപ് തന്നെ ഇതിവിടെ മതി എന്ന് പറയുന്ന ഒരു ബിഗ് ബ്രദർ ഈ സോവറൈൻ സ്റ്റേറ്റിന്റെ തലയ്ക്ക് മുകളിലുണ്ടോ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ് ജനാധിപത്യ ഇന്ത്യക്ക് മുമ്പിലുള്ളത്. ശരി, അത് ആ ചോദ്യം ഉയർത്താൻ വേണ്ടിയാണ് പാർലമെന്റ് സമ്മേളനം വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് പ്രശ്നം. ഒരു ബിഗ് ബ്രദറുടെ വിരൽത്തുമ്പുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണോ ഈ പരമാധികാര രാഷ്ട്രം? നമുക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ശരി, അതാണ് വിഷയം. പ്രൊഫസർ PJ വിൻസെന്റ്, ഇപ്പോ ലോകം ഒരുപാട് കടന്നുപോയതാണ്, ലോക യുദ്ധങ്ങൾ ഒരുപാട് കണ്ടതാണ്. ആ കാലത്ത് പോലും ഇതിനേക്കാൾ വലിയ സമ്മർദ്ദം ചേരികളിൽ ചേരാനുണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്വന്തം കാര്യത്തിൽ ഒരു ചേരിയായി നിൽക്കാൻ ഉള്ള ഒരാഹ്വാനത്തെ ചെറുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, അവിടെ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഇതിവിടെ തീർക്കണമെന്ന് മറ്റൊരാൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, സൈനിക ശേഷിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, അല്ല നയതന്ത്ര തലത്തിലുള്ളതാണെങ്കിൽ അങ്ങനെ, അത് നമുക്ക് തോന്നിയിട്ട് വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം, അത് തുടർ ദിവസങ്ങളിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ. അതിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് 1971 ഇന്ത്യ സോവിയറ്റ് യൂണിയൻ പീസ് ട്രീറ്റിയാണ്. കാരണം നമ്മൾ ഈ റഷ്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പുട്ടിൻ്റെ റഷ്യയാണല്ലോ നമ്മുടെ മനസ്സിൽ വരിക. അന്ന് അമേരിക്കൻ കപ്പൽപ്പടയെ അഭിമുഖീകരിക്കാൻ റഷ്യയുടെ മുങ്ങിക്കപ്പൽ അയക്കും എന്ന് പറഞ്ഞത് റഷ്യ അല്ല, സോവിയറ്റ് യൂണിയനാണ്. അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇനി നയതന്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ നമുക്കൊരു അടി ഉണ്ടാകുന്നു, നമ്മൾ ശക്തമായി തിരിച്ചടി കൊടുക്കുന്നു. അത് മാത്രമല്ല, നമുക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം വേണ്ടേ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2024 കാശ്മീർ സന്ദർശിച്ചത് അവിടുത്തെ ടൂർ ഓപ്പറേറ്റർ അസോസിയേഷൻ പ്രസിഡന്റ് നൽകുന്ന കണക്ക് പ്രകാരം 35 ലക്ഷം ആളുകളാണ് ഈ സീസണിൽ അവിടെ സന്ദർശനം നടത്തിയത്. ഇത്തവണത്തെ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വെച്ച് ചുരുങ്ങിയത് 50 ലക്ഷം ആളുകളെങ്കിലും അവിടെ വരുമായിരുന്നു. അവിടെ പോണിവാല, ദാബകൾ നടത്തുന്നവർ, കുങ്കുമം വിൽക്കുന്നവർ, കാശ്മീർ ഫ്രൂട്ട്സ് വിൽക്കുന്നവർ, അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്നിവയിലേക്കെല്ലാം കോടിക്കണക്കിന് രൂപ വരേണ്ട സമയമാണ്. ഈ ഒരൊറ്റ അക്രമത്തോടു കൂടി കാശ്മീർ ഒരു വർഷത്തെ ഒരു സീസൺ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് മനുഷ്യരുടെ വരുമാനം നിലച്ചുപോയി. ഇതിന് ആരുത്തരം പറയും? അപ്പോൾ ഇങ്ങനെ കാശ്മീരിനെ ഒരു വർഷത്തേക്ക് ബന്ദിയാക്കാൻ ഈ പഹൽഗാമിലെ അക്രമത്തിന് കഴിഞ്ഞു. ഈ സീസൺ നഷ്ടപ്പെട്ടു. അതിൻ്റെ നഷ്ടം എത്രയാ? ലക്ഷക്കണക്കിന് വരുന്ന കാശ്മീരിലെ സാധാരണ മനുഷ്യർക്ക്. അതിന് പകരം ചോദിക്കണമെന്ന് ചോദിച്ചാൽ അതിന് നഷ്ടപരിഹാരം തരണ്ടേ പാകിസ്ഥാൻ? യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ രൂപത്തിലൊക്കെയുള്ള ഒരു ചർച്ച വരാത്തതെന്ന് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. നിരന്തരമായി ഈ അതിർത്തി കടന്നിങ്ങോട്ട് വന്ന് അവരെ ആക്രമിക്കുന്നു, നമ്മൾ ഇരട്ടി തിരിച്ചടി കൊടുക്കുന്നു. ഇതിങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ മതിയോ? അപ്പോൾ ഇങ്ങനെ ഈ കോഴിക്കോട്ടെ സാമൂതിരിയുടെ കഥ പറഞ്ഞതുപോലെ ചത്തും കൊന്നും അടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ പോലെ ഈ ലോകാവസാനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇതിനൊരു പരിഹാരം കാണണ്ടേ? ആ നിലയിലേക്ക് ഏറ്റവും ശക്തമായി നമ്മുടെ സൈന്യം ഇപ്പോൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇപ്പം ട്രംപ് എന്ത് പറഞ്ഞാലും തുർക്കിയെ, അസർബൈജാൻ, ചൈന, അതിലും ചൈന പോലും ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഓൾ ഔട്ട് സപ്പോർട്ട് പാകിസ്ഥാന് കൊടുത്തില്ല. പാകിസ്ഥാന് വേണ്ടി രംഗത്ത് വന്ന രാജ്യങ്ങളേതാ? തുർക്കിയെ, അസർബൈജാന്, ഈ 2 രാജ്യങ്ങൾ അവരൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ലോക രാജ്യങ്ങളും എല്ലാ അർത്ഥത്തിലും യുദ്ധം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധം വേണമായിരുന്നു, കൂടുതൽ പോരാടേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ
ശക്തമായ തിരിച്ചടി വേണ്ടിയിരുന്നു. തിരിച്ചടി എന്ന് പറഞ്ഞാൽ മറുപടിയും ഉണ്ടാകുമല്ലോ. ആ നിലയ്ക്കുള്ള ഒരു ആഹ്വാനമായി അതിനെ കാണാൻ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ കൂടി ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് യുദ്ധമായിരുന്നോ വേണ്ടത് എന്നൊരു തിരിച്ചു ചോദ്യം ഉണ്ടാവില്ലേ? അല്ല, യുദ്ധം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. അത് ഈ രൂപത്തിൽ തന്നെ അവസാനിക്കും. ഒരു പരിമിതമായ യുദ്ധമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. അതെല്ലാവർക്കും അറിയാവുന്നില്ല. ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ട് പോകുന്ന ചർച്ചകൾ, ഇനിയാണല്ലോ യഥാർത്ഥത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുക. ഫീൽഡിൽ ഇന്ത്യൻ സൈന്യം ഇന്ത്യയെ സംരക്ഷിച്ചു, അതിനകത്തൊരു സംശയവുമില്ല. പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തു, നമ്മളതിന് ബിഗ് സല്യൂട്ട് കൊടുത്തു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ആരാ? നമ്മുടെ നയതന്ത്ര വിദഗ്ധരും സ്റ്റേറ്റ് പോളിസിയാണ് നിശ്ചയിക്കുന്നത്. ഞാൻ ആ സ്റ്റേറ്റ് പോളിസി ഇനി അങ്ങോട്ട് ഒരു പീസ് ടോക്കിലേക്ക് പോകുമ്പോൾ, ഒരു സമാധാന പ്രക്രിയ ആരംഭിക്കുമ്പോൾ ഈ കാശ്മീരിലെ ജനങ്ങൾക്ക് ഒരു വർഷമുണ്ടായിട്ടുള്ള നഷ്ടം ചർച്ചാ വിഷയമാകുമോ എന്നാണ് ഞാൻ ഒരു ആശങ്കയായിട്ട് വരുന്നത്. ഒരു ജനിച്ച കാലം മുതൽ ഇന്ന് വരെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രമായി തന്നെയാണ് നമ്മുടെ അയൽക്കാർ അവിടെ നിൽക്കുന്നത്. സീസ് ഫയർ എന്ന് പറയുന്നത് അതിനുശേഷവും അവർ ലംഘിച്ചിട്ടുണ്ട്. ഈ കരാർ വന്നതിന് ശേഷവും അവരെ എത്ര വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും? അല്ലെങ്കിൽ സൈന്യം എത്ര ജാഗ്രത വെച്ച് പുലർത്തുന്നുണ്ടാവും ഈ സമയത്തും? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് യാതൊരു സംശയമില്ല. നമുക്ക് സൈന്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. അത് കാരണം പാകിസ്ഥാനുമായിട്ട് നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനൊരു സംഘർഷവും അല്ലെങ്കിൽ സംഘർഷം കഴിഞ്ഞിട്ടുള്ള സീസ് ഫയർ, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ആദ്യമായിട്ടല്ല പാകിസ്ഥാനുമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, സൈന്യത്തിനുണ്ട്. അപ്പം കൃത്യമായിട്ട് തന്നെ പാകിസ്ഥാൻ്റെ മൈൻഡ് സെറ്റ് എന്താണ്, പാകിസ്ഥാൻ സൈന്യം എങ്ങനെയാണ് പെരുമാറുന്നത്, എപ്പോഴെങ്ങനെ ഏത് രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസും ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ രീതിയിലുള്ള ആശങ്കകളൊന്നും വേണ്ട. അതായത് അവർ നമ്മളെ സർപ്രൈസ് ചെയ്യുമോ അങ്ങനത്തെ ഒന്നുമില്ല. അവർ നമുക്ക് എന്തെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലൊന്നും നമുക്കൊരു രീതിയിലുള്ള ആശങ്ക വേണ്ട. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഈ സീസ് ഫയർ നിലനിർത്തണം എന്നുള്ളത് പാകിസ്ഥാൻ്റെ കൂടി ആവശ്യമാണ്. കാരണം അവർക്ക് അത്രമാത്രമുള്ള തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്. അവരായിട്ടാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് ഒരു സീസ് ഫയറിലേക്ക് വന്നത്. അതുകൊണ്ട് അത് നിലനിർത്തും. പക്ഷെ അവരുടെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഞാനിപ്പം മനസ്സിലാക്കുന്നത്, ഈ പാകിസ്ഥാൻ പണ്ടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു സൈന്യമല്ല ഇപ്പം ധാരാളം ഈ തീവ്രവാദികൾ ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഉള്ളിലുമുണ്ട്. അതായത് അവരുടെ യൂണിഫോം ഇട്ട തീവ്രവാദികൾ എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഈ ബാവൽപൂരിലും. അതെ, കറക്റ്റ്. അത് തന്നെയാണ് അവിടുത്തെ ആളുകൾ തന്നെ, അവിടുത്തെ ജേർണലിസ്റ്റുമാർ തന്നെ അസീം മുനീറിനെ ഒരു സ്ട്രാറ്റജിക് ടെററിസ്റ്റ് ആയിട്ടാണ്, അതായത് യൂണിഫോം ഇട്ട ഒരു ഭീകരവാദി എന്നാണ് അവിടുത്തെ തന്നെ ജേർണലിസ്റ്റും മറ്റുള്ള ആളുകളും എല്ലാം പറയുന്നത്. കാരണം ആ ജനറലിന്റെ പ്രവർത്തനവും സംസാരവും രീതികളും എല്ലാം ആ രീതിയിലായതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പം ഭീകരവാദികൾ ആരാണോ സൈന്യം ആരാണോ എന്നുള്ള ഒരു വേർതിരിവിന് പോലും ഇല്ലാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ സൈന്യം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പണ്ട് അവർക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു, അത് പ്രിഡോമിനന്റ്ലി പഞ്ചാബി കൾച്ചർ ആണെങ്കിൽ തന്നെയും അതിന് അവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വളരെ റാപ്പിഡായിട്ട് റാഡിക്കലൈസ് ആയിട്ടുള്ള ഒരു സൈന്യത്തിലേക്കാണ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരു പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷം. ഈ കാര്യങ്ങൾ ഇതിപ്പോ സേന കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിലൊരു രാഷ്ട്രീയമായ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? അത് പാർലമെന്റിന് മുൻപുണ്ടാകുമോ? അതോ പാർലമെന്റിൽ വിശദീകരിക്കാം എന്ന നിലയ്ക്കായിരിക്കുമോ? ഞാനതിന് മറുപടി പറയാം. അതിന് മുമ്പ് ഞാൻ 2-3 കാര്യം എന്നെ തടസ്സപ്പെടുത്തരുത്. ഒന്ന്, ഒരു കാലാൾപ്പട പോലും നഷ്ടപ്പെടാതെ എതിരാളികളുടെ രാജാവിനെ കൊണ്ട് അടിയറവ് പറയിപ്പിച്ച അസാമാന്യമായ ഒരു യുദ്ധ നൈപുണ്യവും രാജ്യതന്ത്രവും നയതന്ത്രവും ആണ് ഈ യുദ്ധത്തിൽ നാം കാഴ്ചവെച്ചത്. അവിടെ നാം വിജയിച്ചുവോ എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചത്. നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിരുന്നില്ല. ഇറ്റ് വാസ് വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ കേണൽ ഡെന്നി പറഞ്ഞത്, നമ്മളുടെ ദൗത്യം കഴിഞ്ഞു. അതൊരു പ്രവർത്തനമായിരുന്നു, ഒരു റിറ്റാലിയേറ്ററി മിഷൻ, നോൺ എസ്കലേഷൻ ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിച്ചു. നാം ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ മാത്രം ആക്രമിക്കാൻ തീരുമാനിച്ചു. അത് വളരെ വൈവിധ്യത്തോടുകൂടി നാം ചെയ്തു. അതോടുകൂടി നമ്മുടെ ദൗത്യം തീർന്നു. പക്ഷെ വീണ്ടും പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും നാം അങ്ങോട്ടടിച്ചു. ഒരിക്കലും ഒരു സിവിലിയൻ മേഖലയിൽ കയറി അടിക്കാൻ നാം തീരുമാനിച്ചില്ല.
ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യാപകമായിട്ടുള്ള ഒരു പാകിസ്ഥാൻ ഭൂമി മുഴുവൻ പിടിച്ചെടുക്കണം എന്ന് ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമാണ്, നാം ജയിച്ചിരിക്കുന്നു, സമ്പൂർണ്ണമായും നാം ജയിച്ചിരിക്കുകയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, അവരിങ്ങോട്ടടിച്ചപ്പോൾ 8 വ്യോമത്താവളങ്ങൾ തകർത്തു, ഇസ്ലാമാബാദിൽ വരെ പോയി തകർത്തു. എന്നു മാത്രമല്ല, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ 5 സൈനിക കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്തു. എന്നാൽ ഇന്ത്യയിലേക്ക് ഒരു വിമാനം അയക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കാര്യം നമ്മൾ മറക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ വളരെ വളരെ കൃത്യമായിട്ട് ആ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മിസ്റ്റർ ലിജുവിനോട്. മിസ്റ്റർ ലിജു, 2005 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ 12 അറ്റാക്കുകൾ, ഭീകര അറ്റാക്കുകൾ നടന്നു. 12 എണ്ണം. ഈ 12-ൽ ഏറ്റവും വലുതായിരുന്നു 2008 നടന്നിട്ടുള്ള ബോംബെ അറ്റാക്ക്. 171 പേര് വധിക്കപ്പെട്ടത്. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ കൊള്ളാവുന്ന സൈന്യമാണ്, ശക്തമായ സൈന്യമാണ്, 1971-ലും 1948-ലും 2013-ലും 2014-ലും 2005-ലും 2025-ലും സൈന്യം ഇന്ത്യയുടെ ക്ഷേമമാണ്. 2005 മുതൽ 2013 വരെ 13 അറ്റാക്കുണ്ടായി. എന്തേ ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദിയുടെ ഈ അറ്റാക്കിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ബിജെപിയുടെ രാഷ്ട്രീയ മറുപടിയാണ് അത്. അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നില്ല. എന്നോട് ഡോക്ടർ ഫസൽ ഗഫൂർ ക്ഷമിക്കുകയും ചെയ്യണം, എൻ്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. സീസ് ഫയർ പ്രഖ്യാപനത്തിന് ശേഷമുള്ള അതിനിർണായകമായ തന്ത്രപരമായ സമയമാണിത്. സമാധാനം പുലരുക എന്ന കാര്യത്തിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന മണിക്കൂറുകൾ കൂടിയാണ്. ആ സമയത്ത് നമുക്ക് സമാധാനത്തിന് വേണ്ടി പ്രതീക്ഷിക്കാം. രാജ്യത്ത് സ്വാഭാവികമായും ജനാധിപത്യം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സമയം ഇപ്പോഴാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷവും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്, പ്രേക്ഷകർക്ക്.